എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നാളെ നമ്മൾ വീണ്ടും മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പ്രധാനമായും ശാരീരിക അസ്വസ്ഥതകൾ, മെയിനായിട്ട് ശബ്ദത്തിൻ്റെ ഇടർച്ച. ഒരു ജലദോഷം പിടിച്ചതാണ്, വളരെ ബുദ്ധിമുട്ടായി പോയി. അതുകൊണ്ടാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഏതായിരുന്നാലും ആഗസ്റ്റ് ലാസ്റ്റ് വീക്കാണ് ഇനി നമ്മൾ തരണം ചെയ്യാനിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അവസ്ഥ അത്രത്തോളം പരിതാപകരമായ അവസ്ഥയിലേക്കാണ്. ഓക്കെ, നമുക്ക് വലിയ വിഷയങ്ങളിലേക്ക് വരാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കണം, അതുപോലെ ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നോക്കണം. മറ്റൊന്ന്, നെക്സ്റ്റ് വീക്ക് നമുക്ക് 4 സെഷനാണ് ഉള്ളത്. വെനസ്ഡേ വിനായക ചതുർത്ഥി ഹോളിഡേ ആണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മന്ത്ലി സെറ്റിൽമെൻറ്റ് ആണ് നെക്സ്റ്റ് വീക്ക്, മന്ത്ലി എക്സ്പയറി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നിവയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ വീക്ക്ലി ബേസിസിൽ എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. നിങ്ങൾ ആദ്യമായോ അല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് കാണുന്ന ആളാണെങ്കിൽ കൂടുതൽ മാർക്കറ്റ് വിവരങ്ങളും വാർത്തകളും അറിയാൻ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണം. വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഓക്കെ, നമുക്ക് വിഷയങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ച, അതായത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂ 6th വീക്കിന് ശേഷം പ്രീവിയസ് വീക്കിലാണ് ഒരു ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. അതും 1% മാത്രമാണ്, 1% നേട്ടത്തോടെ മാത്രമാണ് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച മൺഡേ, അതായത് ആഗസ്റ്റ് 15 നമ്മുടെ പ്രധാനമന്ത്രി GDPയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതൊരു പോസിറ്റീവ് ന്യൂസ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് പിന്നീടുള്ള മൺഡേ ഒരു 300 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. ഓക്കെ, ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നീടുള്ള ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ഈ 3 ദിവസവും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ ഫ്രൈഡേ ആ ഒരൊറ്റ ദിവസം കൊണ്ട് 1%, അതായത് 200 പോയിൻ്റോളം മൈനസ് 213 പോയിൻ്റ് നെഗറ്റീവിലാണ് ഫ്രൈഡേ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രധാനമായും എന്തെന്ന് വെച്ചാൽ, ഞാൻ ചാർട്ടിലേക്ക് വരാം, 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ 24,870. ഓക്കെ, 24,870 ഇതാണ് മൺഡേ 18th ആഗസ്റ്റ് 2025. ഇവിടെ നോക്കൂ, ബോട്ടം 24,852. മൺഡേ ലോ വന്നിട്ട് 24,852. കഴിഞ്ഞ ഫ്രൈഡേ നോക്കൂ, 24,859. അപ്പോൾ കേവലം 7 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും തമ്മിൽ. ഓക്കെ, നിങ്ങൾക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. 24,852 മൺഡേലോ, 24,859 ഫ്രൈഡേലോ. അപ്പോൾ ഈ ഒരു 300 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം അന്ന് തന്നെ അല്പം ഇടിഞ്ഞ് പിന്നീട് ഈ ഒരു ട്യൂസ്ഡേ, വെനസ്ഡേ ഈ 2 ദിവസവും ഗ്രീനിലാണ്. തേഴ്സ്ഡേ ഒരു റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫ്രൈഡേ ഒരു ബിഗ് 213 പോയിൻ്റ് നെഗറ്റീവിൽ. തിങ്കളാഴ്ച എവിടെയാണോ അവിടേക്ക് തന്നെ എത്തി എന്നുള്ളതാണ്. അതല്ലായിരുന്നുവെങ്കിൽ ഈ ആഴ്ച, അതായത് കഴിഞ്ഞ വീക്കിൽ നമുക്ക് 2% നിഫ്റ്റി നേട്ടമുണ്ടാക്കിയേനെ. ഏതായിരുന്നാലും ഇത്രത്തോളം വേൾഡ് ലെവൽ മാർക്കറ്റുകളെല്ലാം തന്നെ ആൾ ടൈം ഹൈയിൽ നിന്നും ആൾ ടൈം ഹൈയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സോട് കൂടിയിട്ട്, നെഗറ്റീവ് ബയസോട് കൂടിയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഖേദകരം എന്ന് പറയുന്നത്. ഇനി പ്രീവിയസ് വീക്ക് മാറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 6th വീക്ക് 25,600 മുതൽ 24,350 എന്നുള്ള ഈ ഒരു 1.5 മാസക്കാലം ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ട്രേഡിംഗ് നടന്നിട്ടുണ്ടായത്, നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആണ് പറയുന്നത്. അതിനുശേഷം ലാസ്റ്റ് വീക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് വന്നു, മാർക്കറ്റ് ഉയർന്നു. ഫ്രൈഡേ
വീണ്ടും ഫ്രൈഡേ എന്താണ് ഇങ്ങനെ ഇറങ്ങുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു കാരണവുമില്ല, ഒരു നെഗറ്റീവ് ന്യൂസുമില്ല, ഓൺലി പ്രോഫിറ്റ് ബുക്കിംഗ്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ പൊതുവേ നമ്മൾ മാർക്കറ്റിനെ വളരെയധികം കെയർഫുൾ ആയിട്ടാണ് സമീപിക്കാറ്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, അന്ന് വൈകുന്നേരം ഫെഡ് ചെയർപേഴ്സൺ ജെറോം പവലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ വഴിയില്ലാതെ ആയിരിക്കുന്നു എന്നുള്ളത്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻട്രസ്റ്റ് റേറ്റ് ചെയ്യാതിരിക്കാൻ വേറെ വഴിയില്ല, നിർബന്ധമായും കട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു സ്പീച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം അതിൻ്റെ ഇമ്പാക്റ്റ് എന്നോണം വേൾഡ് മാർക്കറ്റിൽ, അതായത് US ഡോ ജോൺസ്, നാസ്ഡാക്ക്, S&P എല്ലാം തന്നെ ആൾ ടൈം ഏകദേശം 2% അന്ന് തന്നെ ഉയർന്നത്. ഏതായിരുന്നാലും ഫ്രൈഡേ ഒരു നോൺ സ്റ്റോപ്പ് റാലിയാണ് US മാർക്കറ്റിൽ സംഭവിച്ചത്. ഓക്കെ, എന്നാലോ ഫെഡറൽ റിസർവിൻ്റെ നെക്സ്റ്റ് ഇവൻ്റ് എന്നാണുള്ളത്? September 7th. അതാണ് പ്രത്യേകത. ഇപ്പോൾ September 7th വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളിടത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ജസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഇവൻറ്റിലായിരിക്കും. അതായത് September 7th ഫെഡിൻ്റെ നെക്സ്റ്റ് മീറ്റിംഗ് ഉള്ളത്. അപ്പോൾ അന്ന് സത്യത്തിൽ മാർക്കറ്റിൽ ഒരു റിഫ്ലക്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇത് ഒരു സൂചന വരുമ്പോൾ തന്നെ മാർക്കറ്റ് പ്രതിഫലിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് DIAസിൻ്റെ കണ്ടിന്യൂ ബൈയിങ് തന്നെയാണ്. നോക്കൂ, അവർ കഴിഞ്ഞ ഈ ആഗസ്റ്റ് 3rd വീക്ക് വരെ 66,200 കോടി രൂപയുടെ ബയ്യിങ്ങാണ് നടത്തിയിരിക്കുന്നത്. നോക്കൂ, DIAs ബയ്യിങ് മോഡിലല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഗതി ഇപ്പോൾ എവിടെ ആയേനെ? മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ഇവർ ഇത്രത്തോളം ഇപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ബൈ മോഡിലാണ്. ഇവർക്കും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആവശ്യമാണല്ലോ. അങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ സമയത്ത് FIs ബയ്യിങ് മോഡിലേക്ക് വരണം. അതല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഗതി അതോ ഗതിയാണ് തന്നെ ആകും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മറ്റൊന്ന്, ട്രംപ് ഈ മധ്യസ്ഥ, അതായത് യുക്രൈനും റഷ്യയും തമ്മിലുള്ള വാർ, ഈ വാറിന് സ്റ്റോപ്പ് ചെയ്യുന്നതിനായിട്ട് ട്രംപ് ഒരു മധ്യസ്ഥ രൂപത്തിൽ വഹിച്ചിരുന്നു. അതായത് റഷ്യൻ വ്ളാഡിമിർ പുടിനെ വിളിച്ച് മീറ്റിംഗ് നടന്നു. 2.5 മണിക്കൂറോളം വന്ന് സംസാരിച്ചതിന് ശേഷം യാതൊരു തീരുമാനവും ആകാതെ നെക്സ്റ്റ് മോസ്കോയിൽ വെച്ചിട്ടൊരു കണ്ടുമുട്ടലും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞു. ഓക്കെ, അതിനുശേഷം യുക്രൈൻ്റെ സെലൻസ്കി US വന്ന് ട്രംപുമായി സംസാരിച്ചു. പക്ഷേ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ഈ റഷ്യ യുക്രൈൻ വാറിന് ഒരു അന്ത്യം ഇപ്പോൾ അടുത്ത കാലത്തൊന്നും വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ട്രംപ് മധ്യസ്ഥത വഹിച്ചുകൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്നുള്ളത് ട്രംപിന് മനസ്സിലായത് കൊണ്ട് തന്നെ അയാൾ അല്പം പിന്നോട്ട് വലിഞ്ഞ രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം US ട്രേഡിംഗ് അഡ്വൈസർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യക്ക് 25% അഡീഷണൽ താരിഫ് വിധിക്കാതിരിക്കണം? കാരണം ഇപ്പോൾ അതിൻ്റെ പ്രധാനമായ അകമ്പൊരുൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള വാറിന് അവിടെ ട്രംപിൻ്റെ മധ്യസ്ഥത കൊണ്ട് യാതൊരു ഫലവും വരാൻ പോകുന്നില്ല എന്നുള്ളിടത്തേക്ക് വന്നതുകൊണ്ട് തന്നെ റഷ്യയെ എണ്ണ വാങ്ങുന്നതിലൂടെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യക്ക് 25% എക്സ്ട്രാ താരിഫ് ചുമത്തുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ള രീതിയിലാണ് ഈ ട്രേഡിംഗ് അഡ്വൈസർ, US ട്രേഡിംഗ് അഡ്വൈസർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ August 27th ട്രംപിൻ്റെ 25% എക്സ്ട്രാ താരിഫ് പ്രാബല്യത്തിൽ വരിക. ടോട്ടൽ 50% താരിഫാണ് നമ്മുടെ ഇന്ത്യക്ക് ഇപ്പോൾ 27th മുതൽ വരെ ഇൻപുട്ട് ആകാൻ പോകുന്നത് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി FISനെ സംബന്ധിച്ചിടത്തോളം ഈ ആഗസ്റ്റ് മാസം ഇതുവരെ 25,750 കോടി രൂപയുടെ സെല്ലിങ്ങാണ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, അതൊരു നെഗറ്റീവ്, അതായത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാഡ് ന്യൂസ് തന്നെയാണ്.
കഴിഞ്ഞ വാരം മാത്രം 1560 കോടിയുടെ സെല്ലിംഗ് അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2-3 കാര്യങ്ങൾ നമ്മുടെ മാർക്കറ്റ് സംബന്ധിച്ചിടത്തോളം ബാഡ് ന്യൂസ്. അതായത് ഒന്ന്, ട്രംപിൻ്റെ ഈ മധ്യസ്ഥയിൽ നിന്ന് പിന്മാറുന്നത്. രണ്ടാമത്, ആഗസ്റ്റ് 27 നമ്മുടെ താരിഫ് ഇൻപുട്ട് ആവുന്നത്. അതുപോലെ തന്നെ ട്രേഡിംഗ് അഡ്വൈസർ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ്, FIErsൻ്റെ കണ്ടിന്യൂസ് സെല്ലിങ്, ഇതെല്ലാം തന്നെ നമുക്ക് ബാഡ് റിഫ്ലക്റ്റാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് റിഫ്ലക്റ്റാണ് നമുക്ക് മാർക്കറ്റിൽ നൽകാൻ പോകുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ സെബിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതായത് ഇനി ഈ വീക്ക്ലി എക്സ്പയറി കൂടെ, വീക്ക്ലി സെറ്റിൽമെൻറ്റ് കൂടെ നിർത്താൻ പോവുകയാണ്. അതും കൂടെ മന്ത്ലി ബേസിലാക്കാൻ പോവുകയാണ് എന്നുള്ളത്. അതായത് നിഫ്റ്റി, സെൻസെക്സ്, ഈ 2 എക്സ്ചേഞ്ചുകളുടെയും മന്ത്ലി എക്സ്പയറി ആക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വീക്ക്ലി തേഴ്സ്ഡേ, ട്യൂസ്ഡേ ഈ 2 ദിവസങ്ങളാണല്ലോ നടക്കുന്നത്. അതുകൂടെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഇനി ഇപ്പോൾ തന്നെ ഓപ്ഷൻ ട്രേഡർമാരെല്ലാം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മലയാളികളായ ട്രേഡർമാർ, അതുപോലെ തമിഴ് ട്രേഡർമാരെല്ലാം അല്പാൽപമായി കൊഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കുള്ളത്. കേവലം ഒരു 10-15 പോയിന്റ് പോലും നിഫ്റ്റിയിൽ ബുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ സൈഡ് വേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് പോയത്. വെള്ളിയാഴ്ച മാത്രം, പക്ഷേ വെള്ളിയാഴ്ച ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു വോളറ്റൈൽ മാർക്കറ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹോൾഡ് ചെയ്തവരുടെ കാര്യം ഇത്തരത്തിൽ തന്നെയാണ്. വലിയ ഒരു മാറ്റമൊന്നും, കാരണം ഈ ഒരു ആഴ്ചയിൽ കൂടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ റിട്ടേൺ 0 ആണ്. കഴിഞ്ഞ മൺഡേ ലോ ക്രിയേറ്റ് ചെയ്ത അതേ ഭാഗത്ത് തന്നെയാണ് കഴിഞ്ഞ ഫ്രൈഡേ നിഫ്റ്റി കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൽ വലിയ ഒരു ബെനിഫിറ്റ് ഒന്നും ഇല്ല എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. സെൻസെക്സ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി 1% മാത്രം ഉയർന്നു 238 പോയിന്റ് പോസിറ്റീവിലാണ് 24,870 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സെൻസെക്സ് 709 പോയിന്റ് ഉയർന്ന് 81,306 ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി 0.35% പോസിറ്റീവിലാണ്. അതുപോലെ മിഡ്, സ്മോൾ, ലാർജ് ക്യാപ്പുകളെല്ലാം തന്നെ ഈച്ച് 2% പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. സെക്ടർ ബേസിൽ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഹൈയിലാണ്, പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ആട്ടോ സെക്ടറാണ്. ആട്ടോ സെക്ടർ 5% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം തന്നെ 1.5% മുതൽ 5% വരെ 4% വരെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവരെ പോലെ തന്നെ ഓൺലൈൻ ഗെയിമുകൾ, അതായത് ഓൺലൈൻ ക്യാഷ് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇപ്പോൾ റമ്മി, അതുപോലെ ജൂഡോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഓൺലൈൻ ക്യാഷ് ഗെയിമുകളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് നിരോധിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അത് പ്രാബല്യത്തിൽ വന്നാൽ അതിലുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പോൾ വേറെ വഴിയില്ല, നമ്മുടെ മാർക്കറ്റിലേക്ക് വരും. പക്ഷേ ഇവിടെ കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. ഇപ്പോൾ കൂടുതൽ ആളുകളും ഫോറക്സിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ ഈ പറയുന്ന ഞാനും തന്നെ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഫോറക്സിലാണ്. കഴിഞ്ഞ മാസം എതേറിയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇപ്പോൾ 2,500 നിന്ന് 3,500 എത്തിയ സമയത്ത് പറഞ്ഞു, ഇപ്പോൾ കാശുള്ളവർ ഒന്നും വേണ്ട, ഒരു അര ലോട്ട് എടുത്തിട്ടാൽ തന്നെ മേജർ ലോട്ട്, 1 മേജർ ലോട്ട് ഇപ്പോൾ $4,800 എത്തി, 5,000-അടുത്തെത്തി, $5,000. അപ്പോൾ അര ലോട്ട് എടുത്തിട്ട് $2,500 ലോട്ടായതിനെ. ഇപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് $3,500 ഉണ്ടായിരുന്നുള്ളൂ. 2,500 നിന്ന് 3,500 എത്തിയപ്പോഴാണ് ഈ കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞത്. അതിപ്പോൾ വീണ്ടും 1,500 കൂടി $5,000 എത്തിയിരിക്കുന്നു. ഇനിയും എതേറിയത്തിൽ ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ ഒരുപാട് കോയിനുകളുണ്ട്. എൻ്റെ അറിവിൽ 140ഓളം കോയിനുകൾ ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമിലുണ്ട്. നിങ്ങൾക്ക് അതിൽ നല്ലത് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യാം. ഞങ്ങൾ ഇൻട്രാഡേ ചെയ്യുന്നുണ്ട്. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ടെലഗ്രാമിൽ വന്ന് അന്വേഷിച്ചാൽ ഞങ്ങൾ നൽകുന്നതാണ്. 24,870 നിഫ്റ്റി നിൽക്കുന്നത്. നമുക്ക് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട്, അതായത് ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് 24,850 ആണ്. ഓക്കെ, ഇതിന്
ഈ ഒരു 20 പോയിന്റ് ഡൗണിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിഫ്റ്റി നിൽക്കുന്നത്. അതിന് താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 24,650 ആ റേഞ്ചിലേക്കൊക്കെ വരാം. അതിനും താഴെ 24,350 എന്നുള്ളതാണ് സ്ട്രോങ് സപ്പോർട്ട്. 25,000 ഇപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ FIs ഒരു നെക്സ്റ്റ് വീക്ക് മന്ത്ലി എക്സ്പയറി ആണല്ലോ, ഒരു ഷോർട്ട് കവറിങ് നടത്തുകയാണെങ്കിൽ 25,200 വരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. 25,200, 25,250 എന്നുള്ള റേഞ്ച് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ 24,870 നെക്സ്റ്റ് മുകളിലേക്ക് വരികയാണെങ്കിൽ 25,220, താഴേക്ക് വരികയാണെങ്കിൽ 24,850 എന്നുള്ള ഒരു റേഞ്ച് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ 24,650 ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരും. ഓക്കെ, ആ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രധാനപ്പെട്ട ഇവൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൺഡേ കാര്യമായിട്ട് ഒന്നുമില്ല. ട്യൂസ്ഡേ August 26 ഈവനിങ് 6 PM USA ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ വരുന്നുണ്ട്. വെനസ്ഡേ August 27 നമുക്ക് ഇന്ന് ഹോളിഡേ ആണ്, വിനായക ചതുർത്ഥിയാണ്. പിന്നീട് തേഴ്സ്ഡേ August 28 മന്ത്ലി സെറ്റിൽമെൻറ്റ് ഡേ ആണ്. അന്ന് ഈവനിങ് 6 PM ഇന്ത്യയുടെ IIP ഡാറ്റ വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, IIP ഡാറ്റ. അതുപോലെ 6 PM USA GDP ഡാറ്റ വരുന്നുണ്ട്, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പിറ്റേ ദിവസം ഫ്രൈഡേ August 29 ഈവനിങ് 5:30 PM ഇന്ത്യയുടെ GDP ഡാറ്റ വരുന്നുണ്ട്, അതും പ്രത്യേകം വാച്ച് ചെയ്യണം. ഇയർ ഓഫ് ഇയർ 7.4% ആണ്, ഫോർകാസ്റ്റ് 7.8%. ഈവനിങ് 6 PM USA PCE പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വരുന്നുണ്ട്. ഇതിൽ പ്രധാനമായും 3 GDP, അതായത് USA GDP ഡാറ്റ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ത്യയുടെ IIP ഡാറ്റ, ഇൻഫ്ലേഷൻ ഡാറ്റ 6 years ലോവിലാണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ ഉള്ളത്. പക്ഷേ അതൊന്നും നമ്മുടെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവായിട്ട് ഇതുവരെ വന്നിട്ടില്ല, റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ മാർക്കറ്റ് താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ GDP, നമ്മുടെ ഇന്ത്യ GDP സൂപ്പറാണ്. എക്കണോമിക് പവറാണ്. ഇപ്പോൾ എക്കണോമിക് ബേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ഒരു പവർഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ ഈ ബേസിൽ നോക്കിയാൽ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് വരേണ്ടത്, പക്ഷേ മാർക്കറ്റ് ഓപ്പോസിറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത് FISൻ്റെ ഈ കണ്ടിന്യൂസ് സെല്ലിങ് തന്നെയാണ് എന്നുള്ളതാണ്. കാരണം അവർ ബൈയിങ് മോഡിലേക്ക് വന്നാൽ മാത്രമേ മാർക്കറ്റിനൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവൂ എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് നാളെ മൺഡേ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ എല്ലാ ദിവസവും നോക്കുന്ന പോലെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് നോക്കാം. ഇപ്പോൾ കൂടുതൽ ഒരു സക്സസ്ഫുൾ ആവുന്നത് ആ ഒരു മെത്തേഡാണെന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ 10 പോയിന്റ് 15 പോയിൻ്റൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലും അത് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഓപ്ഷൻ ട്രേഡർമാരായ ഈ കാണുന്ന എല്ലാവർക്കും അറിയാം അത്. എന്നാൽ നമ്മൾ ഒരു 50 പോയിന്റ് 60 പോയിൻ്റൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ അത് പരമാവധി സ്റ്റോപ്പ് ലോസ് ഹിറ്റാകാതെ പോകുന്ന ഒരു കാഴ്ചയാണ്. അതേസമയം അതിവിടെ നിന്ന് റിവേഴ്സ് വന്നാൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു സാഹചര്യവും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ഇൻട്രാഡേ ട്രേഡുകൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ 4, 5 അല്ലെങ്കിൽ 10, 15 ട്രേഡ് എടുക്കുന്നതിന് പകരം ഒരു 50, 60 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്, അതായത് ഏത് ഭാഗത്തേക്കാണ് പോകാൻ സാധ്യത ഉള്ളത് എന്ന് നമ്മൾ കറക്റ്റ് പ്രൈസ് ആക്ഷനും അതുപോലെ അനാലിസിസൊക്കെ ചെയ്തിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ട്രേഡുകൾ എടുത്തിട്ട് നഷ്ടപ്പെടുന്നത് തന്നെ ആയിരിക്കും, അഥവാ ഇത് ലോസിലേക്ക് പോയാലും സംഭവിക്കുക. അല്ലാത്ത പക്ഷം കൂടുതലും നമ്മൾ നല്ല പഠിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഈ ഒരു സിറ്റുവേഷനിൽ അത്തരത്തിലുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിരിക്കും. ഓക്കെ, ഏതായിരുന്നാലും നാളേക്കുള്ള നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ വാച്ച് ചെയ്യാം. മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയി, അതായത് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ജെറോം പവലിൻ്റെ ഈവനിങ്ങിലൊരു സ്പീച്ചിന്
റിഫ്ലക്റ്റ് ആയിട്ട് US മാർക്കറ്റുകളെല്ലാം തന്നെ ആൾ ടൈം ഹൈയിൽ നിന്ന് ആൾ ടൈം ഹൈയിലേക്ക് പോയി. ഓക്കെ, അതേസമയം നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയും 120 പോയിന്റോളം ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം മൺഡേ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആവും നമ്മുടെ മാർക്കറ്റിൽ സംഭവിക്കുക. അതൊരു പോസിറ്റീവ് ന്യൂസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ സപ്പോർട്ടായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിൽക്കേണ്ടത് 24,850 തന്നെയാണ്. അതിന് താഴേക്ക് വെക്കേണ്ട ആവശ്യമില്ല. കാരണം നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് എന്തായാലും സംഭവിക്കില്ല, വേറെ ഒരു നെഗറ്റീവ് ന്യൂസൊന്നും വന്നില്ലെങ്കിൽ. അപ്പോൾ 24,850 എന്നുള്ള ഈ ഒരു സപ്പോർട്ട് നമുക്ക് നാളെ വാച്ച് ചെയ്യാം. അതേസമയം റെസിസ്റ്റൻസ് ആയിട്ട് 24,960 ഗ്യാപ്പ് അപ്പ് വരുന്ന സമയത്ത് 24,960 മുകളിൽ ഓപ്പൺ ചെയ്താലും താഴത്തേക്ക് വരാം, നമ്മളത് നോക്കണ്ട. 25,000 മുകളിൽ എൻട്രി എടുക്കാം. പക്ഷേ 25,000 മുകളിൽ എൻട്രി എടുത്താൽ കുഴപ്പമില്ല. ഓക്കെ, 25,050 എന്നുള്ളൊരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ അത് കാര്യമാക്കില്ല. 25,000 മുകളിൽ എൻട്രി എടുത്ത് പോകാം. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നാളേക്കായിട്ട് വാച്ച് ചെയ്യാം. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും നമുക്ക് സപ്പോർട്ടായിട്ട് ഈ ഒരു 55,100 വാച്ച് ചെയ്യാവുന്നതാണ്. റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് 55,470. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. സെൻസെക്സിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് 81,210 സപ്പോർട്ടും അതുപോലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 81,750. അപ്പോൾ സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുക. നാളെ ഇവ ബ്രേക്കൗട്ട് നടത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കി എൻട്രി എടുക്കുക. 1:2 നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.